കോൺഗ്രസിനൊന്നും ആർക്കും ഒരിടത്തൊന്നും തൂത്തെറിയാനൊന്നും പറ്റില്ല. അതൊക്കെ ഇന്ത്യൻ ജനകോടികളുടെ ഹൃദയത്തിലുള്ളതാണ്. അങ്ങനെ ഒരു എക്സ്പീരിയൻസിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന യുവാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപദേശം കുറച്ച് മൂല്യബോധങ്ങൾ വേണം. കാരണം നമ്മൾ എപ്പോഴും റോൾ മോഡലാണ്. അജയ് തറയിൽ കുറേ കേട്ടതാണ് ഇതിൻ്റെ പേരിൽ. അല്ല, ഞാൻ പറഞ്ഞ ഒരു അല്ല ഖദർ എന്ന് പറഞ്ഞ ഐഡൻറ്റിറ്റിയാണ്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊട്ടിത്തെറികളുണ്ടാകും. തട്ടിപ്പാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഇപ്പം നേപ്പാളിൽ സംഭവിച്ച പോലെ അവിടെ ലഡാക്കിൽ സംഭവിച്ച പോലെ ഒക്കെ സംഭവിക്കാം. പുതിയ തലമുറ റിയാക്ട് ചെയ്യാൻ. പക്ഷെ പുതിയ തലമുറ ഇപ്പം പൊളിറ്റിക്സിനെ കുറിച്ച് തന്നെ അവെയറല്ല. പണിയെടുക്കുന്നവൻ അതിൻ്റേതായ അംഗീകാരം സംഘടനയ്ക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും കിട്ടും. അല്ലാതെ ഈ വലിയ ജംബോ ജെറ്റ് കമ്മിറ്റികൾ അനൗൺസ് ചെയ്ത് വെച്ച് ഇഷ്ടമുള്ളവനെല്ലാം തിരികെ കയറ്റുന്ന ഒരു സംവിധാനം എന്നൊക്കെ പറഞ്ഞാൽ ആളുകളുടെ വിശ്വാസം, ഇതിനകത്ത് പണിയെടുക്കുന്നവൻ്റെ വിശ്വാസം കുറഞ്ഞു പോകും. അല്ലാതെ ഈ പലപ്പോഴും പല രാഷ്ട്രീയക്കാരെയും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയട്ടെ. ഞാൻ അങ്ങയുടെ ഇൻ്റർവ്യൂ ഒരു 4 വർഷം മുമ്പ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പരിചയപ്പെട്ടിട്ട് പോയി അങ്ങ് എൻ്റെ നമ്പർ സേവ് ചെയ്തു. ഇപ്പോൾ എന്നോട് നമ്പർ ചോദിച്ചപ്പോൾ അന്നത്തെ ചാനലിൻ്റെ പേര് അങ്ങയുടെ ഫോണിൽ എൻ്റെ നമ്പർ ഉണ്ട്. അതിനുശേഷം അങ്ങ് എൻ്റെ മേഖലയിലെ ഒരു കോൺഗ്രസ് നേതാവിനെ വിളിച്ച് എന്നെ പറ്റി തിരക്കിയതായിട്ടും ആ നേതാവ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. പക്ഷേ പല നേതാക്കൾ, അത് ഇടതുപക്ഷത്തിൻ്റെ ആകട്ടെ, BJP-യുടെ ആകട്ടെ, കോൺഗ്രസിൻ്റെ ആകട്ടെ, ആണുങ്ങളുടെ നമ്പർ ട്രൂ കോളിൽ കണ്ട എടുക്കാൻ പാടാം. പെൺകുട്ടികൾ, അത് പ്രായമായ, അത് അവരോടുള്ള മകളോടോ സഹോദരിയോടുള്ള സ്നേഹമായിരിക്കും, ഞാൻ തെറ്റായി കാണുമല്ലോ. പെൺകുട്ടികളാണെങ്കിൽ അവർ വിളിക്കും, ഇന്റർവ്യൂ കിട്ടും, കൃത്യമായിട്ട് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. ഓരോരുത്തരുടെ, അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ. ഞാൻ ഇന്നലെ നോക്കുമ്പോൾ നമ്മുടെ ഓഫീസിൽ കിട്ടി, ഞാനൊരു ഒരുപാട് തവണ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത ഒരാള് ഇൻസ്റ്റാഗ്രാമിൽ ആ കുട്ടിയായിട്ട് മെസ്സേജ് അയച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു. വലിയ തിരക്കുള്ള ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന നേതാവാണ്. വഴിവിട്ടൊന്നും അല്ല, മോശമായിട്ടൊന്നും അല്ല, രാഷ്ട്രീയം സംസാരിക്കുകയാണ്. ഞാൻ ആലോചിച്ചു, നമ്മളൊന്നും വിളിച്ചാൽ എടുക്കാൻ സമയമില്ലാത്ത. അതൊരു സ്വാഭാവികമാണ്, ഒരു മനുഷ്യൻ്റെ ഒരു പ്രകൃതിയാണല്ലോ അത്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളിലേക്ക് കുറച്ച് സന്തോഷം കൂടുതലുണ്ടാകാം അവർക്കൊരു പക്ഷേ, അതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. ഈ യുവ നേതാക്കന്മാർക്കിടയിലെ മൊറാലിറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു വിഷയം പോലും അങ്ങയുടെ ഫസ്റ്റ് പ്രതികരണം അങ്ങയുടേതായിട്ട് മാധ്യമങ്ങൾ, പിന്നീട് രമേശ് ചെന്നിത്തലയുടേതായിട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല, അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നൊരു വിഷയമാണ്. അങ്ങയുടെ ഒരു എക്സ്പീരിയൻസിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന യുവാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപദേശം എന്താണ്? കുറച്ച് മൂല്യബോധങ്ങൾ വേണം. കാരണം നമ്മൾ എപ്പോഴും റോൾ മോഡലാണ് രാഷ്ട്രീയക്കാർ. നമുക്ക് ചില പ്രിവിലേജുകൾ സമൂഹം തന്നിട്ടുണ്ട് രാഷ്ട്രീയക്കാർക്ക്, നേതാക്കന്മാർക്ക്. നമ്മൾ ഈ ഖദറിടുന്നത് തന്നെ, ഖദറിന് ആരെന്ത് ആക്ഷേപം പറഞ്ഞാലും ഖദറിട്ടുകൊണ്ട് ഒരു ഓഫീസിൽ ഏതെങ്കിലും സ്ഥലത്ത് കയറി ചെന്നാൽ ഒരു റെസ്പെക്റ്റ് കിട്ടുന്നു. അജയ് തറയിൽ കുറേ കേട്ടതാണ് ഇതിൻ്റെ പേരിൽ. അല്ല, ഞാൻ പറഞ്ഞ ഒരു അല്ല ഖദർ എന്ന് പറഞ്ഞ ഐഡൻറ്റിറ്റിയാണ്. അത് കോൺഗ്രസ് ഭരണഘടനയിൽ എഴുതി വെച്ചിരുന്നതാണ്. അടുത്ത കാലത്താണ് അത് അത്ര നിർബന്ധമല്ല എന്നുള്ളത് വന്നത്. അല്ലെങ്കിൽ കോൺഗ്രസ് ഭരണഘടനയിൽ ഖദർ ധരിക്കണമെന്നുള്ളത്, ഖദറിൽ നിന്ന് ലിനനിലേക്ക് മാറി ഖദർ ധരിക്കണമെന്നുള്ളതാണ്. അതിപ്പോൾ എന്തെങ്കിലും ആട്ടെ, ഒരു ഖദറിൻ്റെ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ ഒരു സങ്കല്പമുണ്ട്. അപ്പോൾ അതിനകത്ത് അതിന് ഒരുപാട് പ്രൊട്ടക്ഷനും ഉണ്ട്. ഈ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് എന്ന് വെച്ചാൽ പലതരത്തിലുള്ള നമുക്കൊരു പ്രിവിലേജ് കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് പരസ്യമായ തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്കൊരു തടസ്സം, അല്ലെങ്കിൽ അതിനുള്ള നമുക്കൊരു ഒരു മെൻ്റൽ ആയിട്ടുള്ള ഒരു ബ്ലോക്കേഡ് വരും, നമുക്ക് തെറ്റിലേക്ക് പോകാതിരിക്കാനായിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിനെ വൈറ്റ് ആൻഡ് വൈറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ നടക്കണമെന്ന് പറയുന്നത്. അതല്ലാതെ നടക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യാതെ വരുമ്പോഴത്തേക്ക് ആളുകൾക്ക് എന്ത് ചെയ്താൽ ആരും അറിയാലല്ല എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാം. ഇതൊക്കെ അവിടെ കിടക്കട്ടെ, പുതിയ തലമുറയുടെയൊക്കെ ട്രെൻഡൊക്കെ ഒരുപാട് മാറിപ്പോയി. അവിടെ ഒരു ഉദാഹരണം പറയട്ടെ. ഒരിക്കലും ഒരാവശ്യമായിട്ട് ഒരിടത്ത് ചെന്നപ്പോൾ 1-2 കോൺഗ്രസിൻ്റെ ആളുകളും ഒക്കെ ഉണ്ട്. അപ്പം സംസാരിക്കണം. അപ്പോൾ ഇവർ പറഞ്ഞാൽ നമുക്ക് ബാറിലിരിക്കാം, ഒരു ബാറിലിരുന്ന് സംസാരിക്കാമെന്ന് കൂടെയുള്ള ഒരാൾ പറയുന്നത്. അപ്പോൾ ഈ പുള്ളി പറയുന്നത് ഒരു 10 മിനിറ്റ് തരണം. അതെന്താ, ഞാൻ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊന്നും മാറിയിട്ട് വരാം, കവറിട്ട് ഞാൻ മാറിക്കില്ല. അല്ല, അദ്ദേഹം കഴിക്കുന്ന ആളൊന്നും അല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ കയറണമെങ്കിൽ പോലും ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. അല്ല, കതറിട്ടോണ്ട് മാറിയില്ല. അങ്ങനെ ആരും അങ്ങനെ ധൈര്യപ്പെടുകയല്ല കയറിയിരിക്കാനായിട്ട്, കതറിട്ടോണ്ട് കയറിയിരിക്കാൻ. അത് ശരിയാണ്. അതാ ഞാൻ പറഞ്ഞു, അതൊക്കെ ഒരു പെട്ടെന്ന് അവർക്കൊരു മെൻ്റൽ ബ്ലോക്കേഡ് വരുന്നതാണ്. അയ്യോ, അത് വേണമെന്നുള്ളത്. അത് നല്ലൊരു കാര്യമാണത്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇപ്പോഴതിൻ്റെ പഴയ നമ്മുടെ മൂല്യബോധത്തെക്കുറിച്ചുള്ള സങ്കല്പം പുതിയ തലമുറയിൽ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ മയക്കുമരുന്ന്, മദ്യം, മയക്കുമരുന്ന് ഇതൊന്നും ഉപയോഗിക്കുന്ന ഒരു തെറ്റായിട്ട് പ്രത്യേകിച്ച് മയക്കുമരുന്ന്, മദ്യത്തിൻ്റെയൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മയക്കുമരുന്നിൻ്റെ കാര്യം കൂടിയിട്ടുമുണ്ട്. ഇതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ അതർ സെക്സുമായിട്ടുള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങളിൽ പോലും പഴയ കാലത്തെ ഒരു പവിത്രതയോ അല്ലെങ്കിൽ അത് അങ്ങനെ അനാവശ്യമായി ഇടപെടുന്നതിലൊരു ഭയമോ ഒന്നും ഇല്ലാതായി മാറിയിരിക്കുന്നു. അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇവർക്കൊന്നും ഒരു പ്രശ്നമല്ലാതായി മാറിയിരിക്കുന്നു.
നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ പഴയ മൂല്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുന്ന മോശക്കാരനാകുന്ന അവസ്ഥയിലാണ്. ഇവൻ ഏത് നൂറ്റാണ്ട് ജനിച്ചവനാണ്, ഇവൻ എന്താണ് ഈ പറയുന്നത്, ഇവൻ അമേരിക്കയിലോട്ട് നോക്കി, യൂറോപ്പിലോട്ട് നോക്കി, എന്താണ് അവിടെ കൊച്ചുനാൾ മുതലേ ഡേറ്റിംഗ് ആരംഭിക്കും, അവർക്കൊക്കെ എന്താ സ്വാതന്ത്ര്യം, നമുക്ക് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം വേണ്ടേ എന്നാലോചിക്കുന്ന ഒരു വിഭാഗം. എങ്കിൽ പോലും പുതിയ തലമുറയിലും മൂല്യബോധമുള്ള ഒരുപാട് കുട്ടികളുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. അവർക്ക് അവരുടേതായ റെസ്ട്രിക്ഷൻസ് ഫാമിലി ഉള്ളത് കൊണ്ടാണത്. ഫാമിലി ബന്ധങ്ങൾക്ക് വലിയ ഒരു പ്രാധാന്യം നമ്മുടെ രാജ്യത്തും നാട്ടിലും ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഇപ്പോഴും ആ മൂല്യബോധത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുന്നത്. ഇന്ത്യ എന്ന് പറയുമ്പോൾ എനിക്ക് ലോകത്തെ ഏത് രാജ്യത്തെക്കാളും മനോഹരമാണ് ഇന്ത്യ എന്ന് തോന്നുന്ന ആ ഒരു ആസ്പെക്റ്റിൽ എനിക്ക് തോന്നാറുണ്ട്. നമുക്ക് ഫാമിലി വാല്യൂസിന് വലിയ വില കൊടുക്കാറുണ്ട് നമ്മൾ. അതല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പൊളിക്കാനാണ് ഈ അരാഷ്ട്രീയവാദികളായ ആളുകളും അല്ലാത്തവരും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഫാമിലി ബന്ധങ്ങളൊക്കെ തകർത്തെറിഞ്ഞ് എന്തുവാകാം എന്നുള്ളൊരു രീതിയിലേക്ക് സമൂഹത്തെ കെട്ടഴിച്ചു വിടാനുള്ളൊരു ശ്രമം വളരെ ബോധപൂർവമായി നടക്കുന്നുണ്ട്. അതിൻ്റെ പിടിയിൽ നമ്മൾ യുവതലമുറ ചെന്ന് പെടുന്നുണ്ട്. അത് വലിയ അപകടമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ. അത്ര എൻ്റെ വിശ്വാസം. ഈ മഹാരാഷ്ട്ര, ബീഹാർ തെരഞ്ഞെടുപ്പോടുകൂടി കാവി കളർ പെയിൻറ്റിങ് അങ്ങ് ഇനി കുറച്ചിടത്ത് മാത്രമേ ഉള്ളൂ ഇല്ലാത്തതായി നിൽക്കുന്നത്. തെലങ്കാനയും കർണാടകയും കേരളവും തമിഴ്നാടും പോലെ കുറച്ചിടങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് തെന്നിന്ത്യയിൽ. ഒരു വലിയ ഭയം ഉണ്ടാക്കുന്നുണ്ടോ? ഭയമല്ല, കോൺഗ്രസിനൊന്നും ആർക്കും ഒരിടത്തൊന്നും തൂത്തെറിയാനൊന്നും പറ്റില്ല. അതൊക്കെ ഇന്ത്യൻ ജനകോടികളുടെ ഹൃദയത്തിലുള്ളതാണ്. അല്ല ഞാൻ പറഞ്ഞത്, അല്ലല്ല, അതൊക്കെ അങ്ങനെയൊന്നും എളുപ്പമൊന്നുമല്ല. പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇത്തരം കള്ളങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും ഒരുപാട് കാലമൊന്നും നിൽക്കാനും പറ്റത്തില്ല. അതിനതിൻ്റെതായ ഒരു കാവ്യനീതി, സ്വാഭാവിക നീതി ഉണ്ട്. അതിനൊക്കെ അതനുസരിച്ച് അതിൻ്റെതായ തിരിച്ചടികളും വരും. BJPക്കൊന്നും ഇങ്ങനൊന്നും പോകാനും പറ്റത്തില്ല. പക്ഷേ കോൺഗ്രസ് നമ്മുടെ പരിപാടികളും കർമ്മപരിപാടികളൊക്കെ വളരെ വലിയൊരു പൊളിച്ചെഴുത്ത ആവശ്യമാണ്. നമ്മൾ അതിനെക്കുറിച്ച് വലിയ ഗൗരവമായി ആലോചിക്കണം. വളരെ കുറച്ചുകൂടെ നമ്മൾ കുറേ ജനാധിപത്യപരമായി എല്ലാവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള പുതിയ കർമ്മ പദ്ധതികൾ, പാർട്ടിയുടെ ലൈനിൽ പദ്ധതികളിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാനിപ്പം. പിന്നെ ബീഹാർ ഇലക്ഷൻ എന്ന് പറയുന്നതിൻ്റെ അകത്തൊക്കെ SIR ഒക്കെ കൊണ്ടുവന്ന് 10-65-70 ലക്ഷം വോട്ടൊക്കെ കട്ട് ചെയ്ത് വലിയ അന്തങ്ങൾ. കാരണം ഇലക്ഷൻ കമ്മീഷൻ ചരിത്രത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഏകപക്ഷീയമായി നിൽക്കുന്നൊരു സംവിധാനമാണ്. വെറും BJPയുടെ ഒരു മോർച്ചയാണ് ഇലക്ഷൻ, അല്ലെങ്കിൽ കമ്മീഷൻ മോർച്ചയാണ്. അതൊരു ഒരു പോഷക സംഘടന പോലെയാണ്, ഒരു ബി ടീം. അവർ പറയാതെ വേറൊരു ഒരു കാര്യം പോലും അവർ ചെയ്യാറില്ല. മഹാരാഷ്ട്ര ഇലക്ഷനും മറ്റുമൊക്കെ ആടെ ആ ജാർഖണ്ഡിലും ഒക്കെ നടന്ന ഇലക്ഷൻ്റെ കൂടെ നടക്കേണ്ടതാണ്. അപ്പോൾ ആ കൂടെ നടത്താതെ, ജമ്മു കാശ്മീരിലൊക്കെ നടന്ന ഇലക്ഷൻ്റെ കൂടെ നടത്താതെ 3 മാസം നീട്ടിയിട്ട് BJPക്ക് അവിടെ നിരങ്ങാനുള്ള സമയം, ഗുജറാത്തിൽ നിന്ന് ആളുകളെ കൊണ്ട് ചേർക്കാനുള്ള സമയം, ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അവരങ്ങ് തീരുമാനിക്കുക. പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഈ AI ഒക്കെ കാലഘട്ടത്തിൽ ഒരു തരത്തിലും നമുക്ക് ഫുൾ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് സപ്പോർട്ട് ഉണ്ടെങ്കിൽ, ഇലക്ഷൻ കമ്മീഷൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ഏത് മാനിപ്പുലേഷനും നടക്കും. ഈവൻ ലോകത്തെ ഇത്തരം ടെക്നോളജിയിലൊക്കെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യമാണല്ലോ അമേരിക്ക. അവിടെ പോലും ഇലക്ട്രോണിക് വോട്ടിംഗ് നടക്കുന്ന അതേ സമയം തന്നെ പേപ്പർ ബാലറ്റും ഉണ്ട്. വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുന്ന, കാരണം അവർക്കൊരു സിസ്റ്റമുണ്ട്. നവംബറിൽ ഇലക്ഷൻ നടക്കും, ജനുവരി 20-ാം തീയതി പുതിയ പ്രസിഡന്റ് ചാർജ് എടുക്കും, അതിനിടയ്ക്കൊരു 3 മാസമുണ്ട്. ഓരോ സ്റ്റേറ്റിൻ്റെ അതാത് സ്റ്റേറ്റുകളാണ് ഇലക്ഷൻ്റെ അതോറിറ്റികളായിട്ട് നിൽക്കുന്നത്. ഓരോ സ്റ്റേറ്റിലും അതിന് വ്യത്യാസങ്ങളുണ്ട് ഇലക്ഷൻ്റെ സിസ്റ്റത്തിന് തന്നെ. അപ്പോൾ അവിടെയൊക്കെ എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ബാലറ്റ് എണ്ണി കൃത്യം വന്നിട്ട് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുള്ളൂ, ഔദ്യോഗികം. ആദ്യമേ ജയമൊക്കെ തലേന്ന് ഇലക്ട്രോണിക്സ് മെഷീനിലൂടെ നമുക്ക് അറിയാൻ പറ്റുമെങ്കിൽ പോലും കൃത്യമായി വോട്ട് എണ്ണുന്നത് ബാലറ്റിലൂടെയാണ്. ലോകത്തൊട്ട് മിക്ക രാജ്യങ്ങളിലും ഈ അറ്റ് ദ സെയിം ടൈം ഇതുകൂടെ ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് എനിക്ക് തോന്നുന്നു വിവിപാറ്റ് തന്നെ മൊത്തത്തിലാക്കിയാൽ തന്നെ കുറേ മാറ്റങ്ങൾ വരുത്താം. നമുക്ക് അതുകൊണ്ട് എണ്ണിയതിന് ശേഷം മാത്രമേ റിസൾട്ട് ഔദ്യോഗികമായി പബ്ലിഷ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 അങ്ങേയറ്റം ഒരു 3-4-5 ദിവസത്തെ താമസമേ വരുള്ളൂ അങ്ങേയറ്റം. അപ്പോൾ ആ രീതിയിൽ സത്യസന്ധമാണെങ്കിൽ ഇലക്ഷൻ ഇത് ഇങ്ങനെ അട്ടിമറിക്കാനാണെങ്കിൽ അങ്ങനെ ഒന്നും നടത്തേണ്ട കാര്യമില്ല. മാത്രമല്ല വിദേശ വോട്ടുകൾ ഇപ്പം നമ്മൾ കേരളത്തിലുള്ള അമേരിക്കൻ പൗരന് പോലും അവർ കേരളീയ വോട്ടിങ്ങിനുള്ള പോസ്റ്റൽ ബാലറ്റോടെ അഡ്രസ് കൊടുത്ത് ഇവിടെ വന്നിരിക്കും. അതുപോലെ തന്നെ അവർക്ക് നേരിട്ട് വോട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഇന്ത്യൻ പൗരന്മാർ ലോകത്ത് എവിടെയുണ്ടെങ്കിലും അവർക്കും ഈ ആധുനിക ഈ ടെക്നോളജിയൊക്കെ ഇത്രയും ഡെവലപ്പ് ചെയ്ത കാലത്ത് അവിടെ അവർക്ക് ഓൺലൈൻ വോട്ടിങ്ങിന് സംവിധാനം ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതാണ് കുറ്റമറ്റൊരു ജനാധിപത്യ രീതി എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ അങ്ങനെയല്ല, ഇത് പിടിച്ചെടുക്കുന്ന ഒരു സംവിധാനം. ജനാധിപത്യത്തിൻ്റെ വിശ്വാസ്യതയിൽ പോലും നമുക്ക് സംശയം വരും.
ജനാധിപത്യത്തെക്കാൾ നല്ലത് വേറെ ഏതെങ്കിലും മാർഗമാണോ, ഏതെങ്കിലും ഒരു സിസ്റ്റമാണോ എന്ന് പോലും നമ്മൾ ആലോചിച്ച് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരിക. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊട്ടിത്തെറികളുണ്ടാകും. തട്ടിപ്പാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ, ഇപ്പം നേപ്പാളിൽ സംഭവിച്ച പോലെ, അവിടെ ലഡാക്കിൽ സംഭവിച്ച പോലെ ഒക്കെ സംഭവിക്കാം. പുതിയ തലമുറ റിയാക്ട് ചെയ്യാൻ. പക്ഷെ പുതിയ തലമുറ ഇപ്പം പൊളിറ്റിക്സിനെ കുറിച്ച് തന്നെ അവെയറല്ല. അതുകൊണ്ടാണ് ഇത് പ്രശ്നം. പക്ഷേ അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നീങ്ങുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവരെ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിൽ വളരെ പെട്ടെന്ന് അവരെ യോജിപ്പിക്കാൻ പറ്റും. ഈ പെട്ടെന്ന് റിയാക്ഷൻ ഉണ്ടായിരുന്നിരിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ഭാരത് ജോഡോ യാത്രയൊക്കെ ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്ത് വീണ്ടും കോൺഗ്രസിന്റെ സീറ്റ് വ്യത്യാസം തന്നെ കാണുമ്പോൾ നമുക്കറിയാം, ഒരു വലിയ 60-നടുത്ത് സീറ്റുകളുടെ വ്യത്യാസം നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി നോക്കുകയും പിന്നീട് ഇപ്പോൾ വോട്ട് ചോരി വരുന്നുണ്ട്. വോട്ട് ചോരി അത് എത്രമാത്രം സാധാരണക്കാർക്കിടയിലേക്ക് എത്തുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അപകടം, പ്രത്യേകിച്ച് നരേന്ദ്രമോദി പോലും ഒരു ഘട്ടത്തിൽ വോട്ടെണ്ണിൽ പുറകിൽ പോയി. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഇലക്ഷൻ കമ്മീഷനിലേക്ക് കംപ്ലീറ്റ് പിടിമുറുക്കി അവരുടെ കൈവെള്ളയെ വെച്ചുകൊണ്ട് കളിക്കാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ BJP കുറേ കൂടി അവർ ഏകാധിപത്യ സ്വഭാവവും ഒട്ടും ഡെമോക്രാറ്റിക് അല്ലാത്ത വേയിലേക്ക് അവർ പോകാൻ തുടങ്ങിയതിന് ശേഷമാണ്. പക്ഷേ അത് എത്രമാത്രം, അത് ഇന്ത്യൻ ജനത അങ്ങനെയൊന്നും മോശക്കാരാക്കി കാണാൻ പറ്റില്ല. അവർക്കിത് ബോധ്യപ്പെട്ടു, ഇത് തട്ടിപ്പാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ സമയമെടുക്കും, വലിയ റിയാക്ഷൻ ഉണ്ടാവും. ഏത് ശക്തിയാണ് അങ്ങനെ നിന്നിട്ടുള്ളത്? ഇന്ദിരാഗാന്ധി പോലും കടവഴകി ഒഴിഞ്ഞ് നമ്മൾ വീണിട്ടുണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം. അതുകൊണ്ട് എത്ര വലിയ പവർഫുള്ളായി നിന്ന് കഴിഞ്ഞാലും ജനങ്ങളുടെ വിശ്വാസം, അല്ലെങ്കിൽ ജനങ്ങളിത് കള്ളത്തരമാണ്, തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വലിയ റിയാക്ഷൻ വരും. ഈ ഭാരത് ജോഡോ യാത്ര പോലെയുള്ള ക്യാമ്പയിനുകൾ സ്ഥിരമായി ചെയ്താലല്ലേ ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും ഇറങ്ങി ചെല്ലാൻ സാധിക്കുള്ളൂ? ഉണ്ട്. അത് ഈ ഭാരത് ജോഡോയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ട്രെൻഡ് അത് നമുക്ക് വോട്ടാക്കി മാറ്റാൻ പറ്റണം. നമുക്ക് സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് കൂടുതൽ ജനാധിപത്യവൽക്കരിക്കണം സംഘടനയുടെ. അതല്ലാതെ ഈ നോമിനേഷൻ സിസ്റ്റത്തിലൊക്കെ കുറേ കുറവ് വരുത്തേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ ജോലി ചെയ്താൽ, ഞാൻ വർക്ക് ചെയ്താൽ എനിക്ക് കിട്ടേണ്ട അർഹമായ സ്ഥാനം കിട്ടുമെന്നൊരു ഫീലിംഗ് ഉണ്ടാക്കണം. എങ്കിലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ കാക്ക പിടിക്കുന്നവനും കാല് പിടിക്കുന്നവനും എല്ലാം സ്ഥാനം വാങ്ങിച്ചുകൊണ്ട് ഞാൻ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരുപക്ഷെ ഈ സംഘടനയെ നന്നാക്കും അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുന്നുള്ള വിശ്വാസം എനിക്കില്ല. ഞാൻ സത്യസന്ധമായി പറയുകയാണ്. കാരണം ഇത്രയും കാലത്തെ 10-50 വർഷത്തിൽ കൂടുതലുള്ള എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ്. ഒരു കാരണവശാലും ഇത് കുറച്ചുകൂടി ജനാധിപത്യവൽക്കരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. സംഘടനയിലെ തെരഞ്ഞെടുപ്പ് സിസ്റ്റം തിരിച്ചു കൊണ്ടുവരണം. എല്ലാവർക്കും പണിയെടുക്കുന്നവൻ അതിൻ്റേതായ അംഗീകാരം സംഘടനയ്ക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും കിട്ടും. അല്ലാതെ ഈ വലിയ ജംബോ ജെറ്റ് കമ്മിറ്റികൾ അനൗൺസ് ചെയ്ത് വെച്ച് ഇഷ്ടമുള്ളവനെല്ലാം തിരികെ കയറ്റുന്ന ഒരു സംവിധാനം എന്നൊക്കെ പറഞ്ഞാൽ ആളുകളുടെ വിശ്വാസം, ഇതിനകത്ത് പണിയെടുക്കുന്നവൻ്റെ വിശ്വാസം കുറഞ്ഞു പോകും. അവരൊക്കെ ഫീൽഡിൽ നിന്ന് പയ്യെ ആരും ചിലപ്പം റിവോൾട്ട് ചെയ്യാനൊന്നും വരികയില്ല. ഞമ്മൾക്കെന്ത് കാര്യം എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് വരും. പക്ഷെ അത് വരാതിരിക്കാൻ നോക്കണം. സാധ്യതയില്ലേ? അതായത് കൂടുതൽ പേർക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുമ്പോൾ എന്തായാലും ഒരു പോസ്റ്റിലിരിക്കുകയാണ്, പണിയെടുത്തേ പറ്റും, അതിന് നിർബന്ധനാവില്ലേ? അങ്ങനൊന്നും ഉണ്ടായില്ല. ഇല്ല, അതിലൊന്നും ഒരു കാര്യമില്ല. പാർട്ടിയുടെ ഘടന നശിച്ചു പോകും, സംഘടനയുടെ സംവിധാനം നഷ്ടപ്പെട്ടു പോകും. ചെറിയ പോസ്റ്റിനും അതിൻ്റെ വില മതി. ഇപ്പം വലിയ പോസ്റ്റ് മതി എല്ലാവർക്കും. KPCCയിലോ AICCയിലോ കുറഞ്ഞ ആരും ചിന്തിക്കുന്ന പോലും ഇല്ല. DCCകൾക്ക് ഭാരവാഹിത്വം എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ കാലത്ത് 2 സെക്രട്ടറിമാർ അല്ല 3 സെക്രട്ടറിമാർ, അതിൽ കൂടുതലാരും ഇല്ല. അപ്പോൾ ആ 3 പേർക്കുള്ള ഇമ്പോർട്ടൻസും അവരുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. അതിന് തൊട്ട് താഴെയുള്ള ബ്ലോക്ക് തലത്തിലെ ഒരു ബ്ലോക്ക് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വലിയ പോസ്റ്റായിട്ടാണ് അവിടെ കൂട്ടുന്നത്. താഴെയുള്ള മണ്ഡലം സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു ഉത്തരവാദിത്വമായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്നിപ്പം മണ്ഡലത്തിലും ബ്ലോക്കിലും ജില്ലയിലും ഒന്നും ഉള്ളവർക്കൊന്നും ഒരു വിലയില്ല. കാരണം സംസ്ഥാനത്ത് തന്നെ 100 കണക്കിന് ആളുകൾ കിടക്കുക. ഇതാണ് വന്നിരിക്കുന്ന സംഘടനയുടെ സ്ട്രക്ചറിൽ സംഭവിച്ച അപജയം. ഞാനൊരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഒരു മാധ്യമപ്രവർത്തനാണ്, പരിചയപ്പെടുന്ന ആളാണ്. ഈ പുള്ളി പോയി കഴിഞ്ഞപ്പോൾ അയാളോട് ചോദിക്കുക 36-1 86-1 തമാശയായിട്ട്. അതായത് അത്രയും വലിയ കമ്മിറ്റികളിൽ ഒന്നാണോ? പണ്ട് യൂത്ത് കോൺഗ്രസ്സിൽ ഞങ്ങൾ KSUവിനൊക്കെ ആയിരിക്കും 4 ജനറൽ സെക്രട്ടറിമാരാണ്, ഒരു വൈസ് അധ്യക്ഷനായിരിക്കും, ഒരു വൈസ് പ്രസിഡന്റ്, ഒരു ട്രഷറർ, ഇത്രയേ ഉള്ളൂ. നമുക്ക് അത് ഫിക്സഡ് ആണ്. അതിന് എത്ര പേരിഞ്ഞ് വന്നാലും എണ്ണം കൂട്ടിയല്ല. ബാക്കിയെല്ലാം ജില്ലാ കമ്മിറ്റികളിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ 21 പേര്. ഇതെങ്ങനെയേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ അപ്പം താഴെ സ്ഥാനങ്ങൾക്ക് വലിയ വിലയാണ്. മാത്രമല്ല താഴെയുള്ള കമ്മിറ്റികളുടെ തീരുമാനം മുകളിൽ നടപ്പിലാക്കുന്നത്. അത് ഇപ്പോഴും ഒരു പരിധി വരെ CPM സംഘടനാ സ്ട്രക്ചറിൽ കുഴപ്പമില്ലാതെ കുറച്ച് കൊണ്ടുപോകുന്നുണ്ട്. BJP ഒക്കെ തോന്നുന്ന പോലെ ആളുകളെ കോൺഗ്രസിനേക്കാൾ കൂടുതൽ രീതിയിലാണ് ഈ കെട്ടഴിഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്.
പാർട്ടി വിട്ട് അവിടെ ചെന്നാൽ വലിയ പോസ്റ്റാ, അതെ. അവർക്ക് സീറ്റും ഉണ്ട്. പക്ഷേ ഇത് CPM പാർട്ടിക്കകത്ത് കൊടുക്കത്തില്ല, അവർക്ക് കൊടുക്കുന്നത് പിന്നെ അല്ല ആണ് ഭരണത്തിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ ബോർഡ്